ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. വേദപുസ്തകം അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. ആ തിരുവചനത്തിനകത്ത് രാഷ്ട്രീയമാകട്ടെ, ശാസ്ത്രീയമാകട്ടെ, ആത്മീകമാകട്ടെ, ഭൗമികമാകട്ടെ, പ്രാപഞ്ചികമാകട്ടെ, മതപരമായിട്ട് ആകട്ടെ, മാർഗികമാകട്ടെ, വ്യക്തിപരമാകട്ടെ, കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആഴമേറിയ പ്രതിപാദ്യങ്ങളുണ്ട്. ഗ്രഹിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി ഉത്സാഹിക്കാറില്ല എന്നുള്ളതാണ്. ലോകത്തിൽ ഇനി ഉണ്ടാകേണ്ട ഭരണകൂടങ്ങളെ കുറിച്ച്, ഏതെല്ലാം നിലയിൽ ഈ ലോകത്തിന്റെ ഭരണം നീങ്ങും, അവസാനം ഇതെവിടെ വരെ എത്തും എന്നതിനെ കുറിച്ച് വ്യക്തമായ പ്രവചനം ഈ ബൈബിളിലുണ്ട്. പക്ഷേ അത് നാളെ നടക്കേണ്ടതാണല്ലോ. നാളെ നടക്കേണ്ട ഒരു കാര്യത്തെ നമുക്ക് വിശ്വസിക്കാനേ സാധിക്കൂ. ഇപ്പൊ നാളെ മഴയുണ്ടാകും എന്നൊരാൾ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനേ ഒക്കൂ. ആ മഴ വരെ, നാളെ വരെ നമ്മൾ കാത്തിരിക്കണം. ഒരാൾക്ക് അത് അവിശ്വസിക്കുവാനും കഴിയും. ഇതുപോലെ നാളെ ഉണ്ടാകേണ്ട ഭരണകൂടത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഭരണം എവിടം വരെ ചെല്ലും, ഏത് നിലയിലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഭരണം എന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതുവരെ നമ്മൾ കാത്തിരിക്കുമോ, അതുവരെ നമ്മൾ ജീവിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നാളെ സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി, പറയുന്ന പ്രവാചകൻ മുൻപ് പ്രവചിച്ച വിഷയങ്ങൾ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കുവാനായി കഴിയും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ബൈബിൾ 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതും അത് ചരിത്രത്തിൽ നിറവേറിയതുമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവചനങ്ങൾ ഇന്ന് രാത്രിയിൽ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, നാളത്തെ ഭരണകൂടത്തെ കുറിച്ച് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വിഷയം നമുക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നാളെ ഉണ്ടാകുന്ന ഭരണകൂടത്തെ കുറിച്ച് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലൂടെ അംഗീകരിക്കുവാൻ ഒക്കും. കാരണം നാളെ നമ്മൾ കണ്ടില്ലല്ലോ. അത് ശരിയോ തെറ്റോ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മുടെ മനോമുഖരങ്ങൾ പറയും. അത് പറയാതിരിക്കാൻ 1000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ നടത്തിയ രാഷ്ട്രീയ പ്രവചനങ്ങളും നമ്മുടെ കണ്ണിന്റെ മുൻപിലുള്ള അതിന്റെ നിറവേറലുകളെ കുറിച്ചും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. ബൈബിളിൽ അനവധി രാജാക്കന്മാരുടെ ഭരണങ്ങളെ കുറിച്ചും രാജ്യങ്ങളുടെ ഭരണങ്ങളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് സമകാലികമായിട്ട് ഓർക്കുവാൻ കഴിയുകയില്ല. എങ്കിലും നമുക്കറിയാവുന്നതും നമുക്ക് ഓർക്കാവുന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ ചില വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് എസ്എകേൽ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം 26 27 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ഇന്നേക്ക് ഏകദേശം 2600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ബൈബിൾ പ്രവാചകനായ എസ്എകേൽ നടത്തിയ പ്രവചനമാണ് ഞാനിപ്പോൾ വായിക്കുവാൻ പോകുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാനതിനെ ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളും അതില്ലാതിരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. രാജഭരണത്തിന്റെ അവസാനത്തെ കുറിച്ചും സമൂഹം താഴ്ന്നവരെന്ന് പറഞ്ഞ വ്യക്തികൾ ഭരണതലത്തിലേക്ക് ഉയർന്നു വരുമെന്നും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയ ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത്. 2600 വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകത്തിൽ രാജഭരണം മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ.
രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഭരിക്കുന്നവരെ ചക്രവർത്തിമാരായിട്ടും മകുടം ധരിച്ചവരായിട്ടും കൊച്ചു കൊച്ചു രാജ്യങ്ങളെ ഭരിക്കുന്നവരെ കിരീടധാരികളായ രാജാക്കന്മാരായും അറിഞ്ഞിരുന്ന ഒരു കാലം. നമ്മുടെ കേരളം തന്നെ പല രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ രാജഭരണത്തിന്റെ കീഴിലായിരുന്നു. നമ്മുടെ കേരളത്തെയും നമ്മുടെ ഇന്ത്യയെയും ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ചിലർ ഇന്ന് ജീവനോട് ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് അവരുടെ മക്കൾ ഇന്ന് ഉണ്ട്. അവരുടെ കൊട്ടാരങ്ങളും അവരുടെ ഓർമ്മകളെ കുറിച്ച് ഓർക്കുവാൻ കഴിവുള്ള പ്രായമുള്ളവരും നമ്മുടെ മധ്യത്തിലുണ്ട്. കേരളത്തെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ ഓർത്തിട്ടുള്ള, കണ്ടിട്ടുള്ള, ഓർമ്മയുള്ളവർ ഇന്ന് ഈ യോഗത്തിന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും രാജഭരണം അവസാനിച്ചിട്ട് അധികം നാളുകളായില്ല, മറക്കുവാൻ സമയമായില്ല, ഒരു 100 വർഷം പോലും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ 2600 വർഷം മുൻപുള്ള ചരിത്രം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. രാജാക്കന്മാർ മാത്രമേ ഇവിടെയുള്ളൂ, ചക്രവർത്തിമാർ മാത്രമേ ഇവിടെയുള്ളൂ. അവർക്ക് മാത്രമേ ഭരിക്കുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അവർക്കെതിരായ ആരെങ്കിലും സംസാരിച്ചാൽ അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അവർക്ക് വേണ്ടിയുള്ള സ്തുതിപാഠകന്മാരായിരുന്നു അന്നത്തെ കവിമാർ. കവിതകൾ മിക്കവാറും രാജാക്കന്മാരെ സ്തുതിക്കുന്നതായിരുന്നു. കലകൾ തന്നെയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരുന്നു. ഷേക്സ്പിയറിന്റെ ചിന്താശകലങ്ങൾ പോലും, തന്റെ നാടകം പോലും ബ്രിട്ടനിൽ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരെയൊക്കെ പ്രസാദിപ്പിക്കുവാനുള്ള സ്വാധീനങ്ങൾ തന്റെ ചിന്തകളിലും തന്റെ കലകളിലും കയറിയിരിക്കും നമുക്ക് കാണുവാനായി കഴിയും. പക്ഷേ ആ കാലഘട്ടത്തിന് 2600 വർഷത്തിന് മുൻപ് രാജഭരണത്തിനെതിരായി വിരൽ ചൂണ്ടുവാൻ ആരും ശക്തിയില്ലാതിരുന്ന കാലത്ത് ബൈബിൾ പ്രവാചകനായ എസെക്കിയേൽ പറഞ്ഞു, മകുടം മാറും, കിരീടം മാറും, രാജഭരണം അവസാനിക്കും, താണെ ആൾക്കാർ ഭരണതലത്തിലേക്ക് ഉയർന്നു വരും. അദ്ദേഹം അത് പ്രവചിക്കുക മാത്രമല്ല, അത് എഴുതി ബൈബിളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. യഹൂദന്മാരുടെ മതഗ്രന്ഥമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് ക്രൈസ്തവർ ഉപയോഗിക്കുന്ന പഴയ നിയമം. BC 1500 മുതൽ BC 400 വരെയുള്ള 1100 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് പഴയ നിയമം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും എഴുതപ്പെട്ടിരുന്നു. എബ്രായ, ഗ്രീക്ക്, ആരമിക് ഭാഷകളിലാണ് ഈ 39 പുസ്തകങ്ങളും എഴുതിയിരുന്നത്. അലക്സാണ്ടറിന്റെ സൈന്യാധിപനായിരുന്ന ടോളമി അലക്സാന്ദ്രിയെ തലസ്ഥാനമാക്കി ഭരിക്കുന്ന കാലത്ത് അന്നത്തെ വിശ്വഭാഷയായിരുന്ന ഗ്രീക്കിലേക്ക് ഈ 39 പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സോക്രട്ടീസിന്റെയും അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും ഒക്കെ തത്വസംഹിതകൾ നിറഞ്ഞിരിക്കുന്ന ആ ലൈബ്രറിയിൽ ഈ 39 പുസ്തകങ്ങളും ഗ്രീക്കിലേക്ക്, അന്നത്തെ വിശ്വഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. അതിന് സെപ്റ്റുവജന്റ് എന്ന് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരുപക്ഷെ വായിച്ചത് ഈ പുസ്തകങ്ങളായിരിക്കാം. അങ്ങനെ ക്രിസ്തു ഇവിടെ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, രാജഭരണം ഇവിടെ നിലവിൽ നിൽക്കുന്ന കാലത്ത് തന്നെ ഈ എസെക്കിയേൽ പ്രവചനം എബ്രായ, ഗ്രീക്ക്, അതുപോലെ ഭാഷകളിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തപ്പെട്ടു. ക്രൈസ്തവ സമൂഹം തങ്ങളുടെ മതഗ്രന്ഥമായി ഇത് അംഗീകരിച്ചതോടുകൂടെ നൂറുകണക്കിന് ഭാഷകളിൽ ഈ എസെക്കിയേലിന്റെ പ്രവചനം പരിഭാഷപ്പെടുത്തപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 1000 രാജാക്കന്മാർ ഈ ലോകത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തിലെ എല്ലാ മേജർ ലാംഗ്വേജസിലും രാജഭരണം അവസാനിക്കപ്പെടുമെന്നുള്ള ബൈബിൾ വചനങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടിരുന്നു. ആ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുന്ന കാണുവാൻ നമുക്കിടയായി. ഭരണതലങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ
താണവർ എന്നുദ്ദേശിക്കുമ്പോൾ തങ്ങളുടെ ജനനം കൊണ്ടുള്ള ജാതികത്വം, തങ്ങളുടെ വംശത്തിന്റെ നിലപാടുകൾ, ഉയർന്നവർ താഴ്ന്നവർ എന്നൊക്കെ ചിന്തിക്കുന്ന നിലകൾ, സവർണ മേധാവികളായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ ഭരണതലങ്ങൾ കൈകാട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു കൂടുതൽ പേരും രാജാക്കന്മാർ. എന്നാൽ ബൈബിൾ പറഞ്ഞു, താണവർ ഉയരും, ഉയർന്നവർ താഴും. ബഹുമാനപ്പെട്ട KR നാരായണൻ അവറുകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാമും ഒക്കെ ഭാരതത്തിന്റെ പരമോന്നത സ്ഥാനം അലങ്കരിച്ചപ്പോൾ ഒരു 100 വർഷം മുൻപ് ഒരു ഭാരതീയന് ചിന്തിക്കുവാൻ കഴിയാത്ത നിലകളിലാണ് ഇവർ ഉയർന്നു വന്നത്. ബൈബിൾ പറഞ്ഞു, താണവരെ ഉയർത്തും, ഉയർന്നവരെ താഴ്ത്തും. രാജഭരണം അവസാനിക്കും. 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ബൈബിൾ പ്രവചനം ഭാരതത്തിൽ നമുക്ക് നിറവേറി കാണുവാനിടയായതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഈ ബൈബിൾ നാളത്തെ ഭരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഭാവിയെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് നാളെ മുതൽ നമ്മൾ ചിന്തിക്കും. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമ്മൾ വായിച്ചാൽ സ്ത്രീകളുടെ ഭരണത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. 2600 വർഷങ്ങൾക്ക് മുൻപ്, എന്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. 2600 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, ലോകത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥകൾ നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക. ഇവിടെ കേരളത്തിൽ തന്നെ സ്ത്രീകൾക്ക് തങ്ങളുടെ മാറുമറയ്ക്കുവാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകളുടെ പിന്നിലുള്ള കഥയൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ കാലഘട്ടങ്ങളെ ഓർക്കുവാൻ പ്രായമുള്ളവർ ഈ കുന്നനാരത്ത് ആ കാലഘട്ടങ്ങളെ കണ്ടിട്ടുള്ളവർ ഇവിടെ ജീവിക്കുന്നുണ്ട്. സ്ത്രീകൾ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ അധികം പോകാതിരുന്ന ഒരു കാലഘട്ടം, അടുക്കളയിൽ മാത്രം തളയ്ക്കപ്പെട്ട് കിടന്ന ഒരു കാലഘട്ടം, ശൈശവ വിവാഹവും ഒക്കെ ഇവിടെ നടന്ന കാലഘട്ടം. അവൾക്ക് അവളുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. താൻ തിരഞ്ഞെടുക്കേണ്ട ഭർത്താവിനെ അവളായിരുന്നില്ല. അവൾക്ക് ചിന്തിക്കുവാൻ പ്രായമാകുന്നതിന് മുമ്പേ അവളുടെ വിവാഹം നടക്കുമായിരുന്നു. സ്ത്രീയെ ഒരു അബലയായിട്ട്, ഒരു ബലഹീന പാത്രമായിട്ട്, ഭരണതലങ്ങളിലൊന്നും ഭരിക്കുവാൻ കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടിരുന്നു, ലോകം കണ്ടിരുന്നു. പക്ഷേ 2600 വർഷം മുൻപ് ബൈബിൾ പറഞ്ഞു, സ്ത്രീകൾ ഭരിക്കുന്ന കാലം വരും. എങ്ങനെയത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നു അന്ന്? എന്തിനേറെ 1000 വർഷം മുൻപ് അത് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നുവോ? 500 വർഷം മുൻപ് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നോ? പക്ഷേ ഈ പ്രവചനം നിറവേറി. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ജീവിക്കുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ കേരള നിയമസഭയിലെ സ്ത്രീ മന്ത്രി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് ജീവിക്കുന്നുണ്ട്. മിസ്സസ് സിരിമാവ് ബന്ധാരനായിക്കാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീകളിൽ നിയമസഭാംഗത്വം ഉണ്ടായിരുന്നത് KR ഗൗരിയമ്മയ്ക്കായിരുന്നു. അവരിന്നും ജീവിക്കുന്നുണ്ട്. 2600 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ഭരണതലത്തിലേക്ക് വരുമെന്ന് ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനത്തിന് നിവർത്തി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ സമീപ രാജ്യമായ ശ്രീലങ്കയിൽ ഇന്ന് ലോകത്തിൽ എത്രയോ സ്ത്രീകൾ ഭരിക്കുന്നു. ഈ പ്രവചനങ്ങളുടെ നിവൃത്തിക്കായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഈ ബൈബിൾ നാളത്തെ ഭരണകൂടത്തെ കുറിച്ചും
ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അത് വിശ്വസിക്കുവാൻ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിൾ നടത്തിയ രാഷ്ട്രീയ പ്രവചനങ്ങളുടെ അത്ഭുതപൂർവമായ നിറവേറലുകളാണ്. 2 ഭരണകർത്താക്കളെ കുറിച്ച് കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്ക് ഓർമ്മയുള്ള 2 ഭരണകർത്താക്കൾ. ഒന്ന് മഹാനായ അലക്സാണ്ടറിനെ കുറിച്ച് ഓർമ്മയുണ്ട്. ഈ ബൈബിളിൽ 100 രാജാക്കന്മാരെ കുറിച്ച് പ്രവചനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ മേഖലയുമായിട്ടൊന്നും അതിന് ബന്ധമുള്ളതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ അലക്സാണ്ടറിനെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂൾ തലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്തു ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കുന്നതിന് 300-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന മരിച്ചുപോയ ഗ്രീക്കിലെ ഒരു യുവ സൈന്യാധിപനായിരുന്ന ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടറിനെ കുറിച്ചുള്ള ഓർമ്മകൾ മിക്കവാറും എല്ലാവരുടെയും മനസ്സുകളിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഭാരതത്തെ ആക്രമിച്ചിട്ടുണ്ട്. ഭാരതത്തെ ആക്രമിക്കുക മാത്രമല്ല, ഇവിടെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യം ഒരു ആനപ്പട, എനിക്ക് കുതിരപ്പടയുണ്ടായിരുന്നു, കാലാൾപ്പടയുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ആനയെ യുദ്ധത്തിന് ഇറക്കിയത് താൻ ആദ്യം കാണുന്നത് ഭാരതത്തിലാണ്. നമ്മൾ പിന്നീട് ചിന്തിക്കും. ഭാരതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അന്ന് ഈ പാകിസ്ഥാനും ഒന്നും വിഭജിക്കപ്പെട്ടില്ല എന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അലക്സാണ്ടറിനെ കുറിച്ച് താൻ ജനിക്കുന്നതിന് മുൻപേ ബൈബിൾ നടത്തിയ ചില പ്രവചനങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സമയത്തിന്റെ ലാഭത്തിന് ഞാൻ ഈ വാക്യങ്ങൾ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് സത്യം അറിയിക്കാം. പാർസി ദേശത്ത്, പാർസി ദേശം എന്ന് പറഞ്ഞാൽ പേർഷ്യ, നമ്മൾ ഈ പേർഷ്യ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തും. പക്ഷെ ബൈബിൾ ഉദ്ദേശിക്കുന്ന പേർഷ്യ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇറാനാണ്. അതിന് പാർസി രാജ്യം എന്ന് പറയും. പക്ഷെ ഇന്നത്തെ ഇറാൻ അല്ല, അന്നത്തെ ഇറാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ രാജ്യമായിരുന്നു. അത് നമ്മൾ പിന്നീട് ചിന്തിക്കും. ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. ചരിത്രത്തിൽ ഇദ്ദേഹത്തിന് സർക്കസസ് എന്നും ദാരിയാവേസ് 3-ാമനെന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട്. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവനായ രാജ്യത്തിന് നേരെ, യവനായ രാജ്യം ഗ്രീക്ക് രാജ്യത്തിന്റെ മലയാള രീതിയിലുള്ള ഭാഷാ പ്രയോഗമാണ് യവനായ രാജ്യം. യഹൂദന്മാർ, യവനായ രാജ്യം, ഗ്രീക്ക് രാജ്യം. യവനായ രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്ക് ഭേദിച്ചു പോകും. അതവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവന്റെ രാജ്യം നിർമൂലമായി അവർക്കല്ല, അന്യർക്ക് അധീനമാകും. ഈ വാക്യങ്ങളില് കരയുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ അല്പം പുറകോട്ട് കൊണ്ടുപോയാൽ, ഈ ഭയങ്കരമായ ചൂട് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്. അപ്പോൾ അവരെ അങ്ങ് പുറകോട്ടായി ഈ പന്തലിന്റെ പുറത്തം കൊണ്ടുപോയാൽ ആ കാറ്റ് കിട്ടുമ്പോൾ അവരുടെ കരച്ചിൽ തന്നെ അവർ നിർത്തിക്കോളും. ഇവിടെ പ്രവാചകൻ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടാകേണ്ട ഭരണകർത്താക്കളെ കുറിച്ചും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസാനം വരുന്ന ഭരണകർത്താവ് ഗ്രീക്ക് രാജ്യത്തോട് യുദ്ധം ചെയ്യുമെന്നും ആ യുദ്ധത്തോടെ വിക്രമനായ ഒരാൾ ഭരണതലത്തിൽ വരുമെന്നും അയാൾ മരിക്കുമെന്നും അയാളുടെ രാജ്യം 4 വിഭജിച്ചു പോകുമെന്നും അത് ആ ഭരണകർത്താവ്
കർത്താവിന്റെ മക്കൾക്ക് ലഭിക്കുകയില്ലെന്നും അത് അന്യർക്ക് അധീനമായി പോകുമെന്നുമുള്ള ബൈബിൾ പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത്. ഈ പ്രവചനം മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് നമ്മൾ അല്പം ഒന്ന് ഇറങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ഞാൻ വേഗം പറഞ്ഞുവിടാം. BC 336 അലക്സാണ്ടറിന്റെ പിതാവായ ഫിലിപ്പ് രാജാവ് ഒരു ശക്തനായി കയറി വരികയായിരുന്നു. പല പല കൊച്ചു രാജ്യങ്ങളെയും പിടിച്ചടക്കി വരികയായിരുന്നു. അന്ന് അലക്സാണ്ടറിന് വയസ്സ് 20. പക്ഷേ തന്റെ പിതാവ് വധിക്കപ്പെട്ടു. ഗൂഢമായ ചില കാര്യങ്ങൾ അവിടെ നടന്നു. അത് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പ് രാജാവ് വധിക്കപ്പെട്ടതോടുകൂടെ 20 വയസ്സുള്ള ഉണ്ടായിരുന്ന അലക്സാണ്ടർ മാസിഡോണിയയുടെ സൈന്യാധിപനായി മാറി. താൻ തന്റെ രാജ്യത്തിന്റെ ജനമാകലുകളെല്ലാം ഉറപ്പിച്ചിട്ട് BC 336 ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് 330 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ സൈന്യ വ്യൂഹവുമായിട്ട് താൻ തിരിക്കുകയാണ്. ആ സമയത്ത് പേർഷ്യൻ ഭരണകൂടത്തിന്റെ ചക്രവർത്തി ദാരിയാവേശ് മൂന്നാമനായിരുന്നു. അയാൾ ധനം കൊണ്ടും പണം കൊണ്ടും ശക്തനായിരുന്നു. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയായിരുന്നു അവരുടെ ഭരണം. നമ്മുടെ രാജ്യം അവരുടെ 5ാമത്തെ സത്രാപ്പായിരുന്നു. അവരുടെ കാലത്താണ് ഇവിടെ പാർസികൾ ഇന്ത്യയിൽ ഉണ്ടായത്. പാർസികളിൽ ഒരാളായിരുന്നു ഫിറോസ് ഗാന്ധി. ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്, രാജീവ് ഗാന്ധിയുടെ പിതാവുമായിരുന്നു. ഞാൻ ആ ചരിത്രം അല്പം ഒന്ന് കണക്ട് ചെയ്തത് ഈ പാർസികളെ നിങ്ങളൊന്ന് അറിയേണ്ടതിന് വേണ്ടി മാത്രം. അതിൽ ധനം കൊണ്ടും ശക്തി കൊണ്ടും പണം കൊണ്ടും ദാരിയാവേശ് മൂന്നാമൻ ശക്തമായപ്പോൾ, ഫിലിപ്പ് രാജാവ് മരിക്കുകയും കൂടി ചെയ്തപ്പോൾ, യവനായ രാജ്യത്തെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ യവനായ രാജ്യത്തോട് ഏറ്റുമുട്ടുവാൻ അദ്ദേഹം ഗ്രാനിക്കസ് എന്ന സ്ഥലത്ത് ഒന്നിച്ചുകൂടി. മഹാനായ അലക്സാണ്ടർ 30,000 കാലാൾപ്പടയോടും 23,000 കുതിരപ്പടയോടും 18,000, 5,000 ഇങ്ങനെ 2 സെക്ഷനിലുള്ള കുതിരപ്പടയോടും കൂടെ ഈ 20 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ സാഹിത്യകാരന്മാരോടും ചരിത്രകാരന്മാരോടും താത്വിക ചിന്തകന്മാരോടും അടങ്ങുന്ന ഒരു വലിയ സൈന്യ വ്യൂഹത്തെ ഈ ദാരിയാവേശിനെതിരായിട്ട് അണിനിരത്തി. ഗ്രാനിക്കസിൽ ദാരിയാവേശ് പരാജയപ്പെട്ടുപോയി. പക്ഷെങ്കിൽ അദ്ദേഹത്തെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. ദാരിയാവേശിന്റെ ഭാര്യയെയും ദാരിയാവേശിന്റെ അമ്മയെയും അലക്സാണ്ടറിന്റെ സൈന്യം പിടിച്ചു. പക്ഷേ അദ്ദേഹം യുദ്ധത്തടവുകാരോട് മാന്യമായി ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു അലക്സാണ്ടർ. ഇന്നേക്ക് 2300 വർഷങ്ങൾക്ക് മുൻപ് ആ നല്ല മാതൃക അമേരിക്ക പിൻപറ്റുന്നെങ്കിൽ നല്ലതായിരിക്കും. അദ്ദേഹം ദാരിയാവേശിന്റെ ഭാര്യയെയും ആ മാതാവിനെയും തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പേർഷ്യയെ മുഴുവൻ തനിക്ക് കീഴടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഗ്രാനിക്കസ് യുദ്ധം ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. വിക്രമനായ ഈ രാജാവിന് രംഗപ്രവേശനം ഒരുക്കുവാൻ കാരണമായി. അദ്ദേഹം പിന്നീട് നേരെ പോയത് സോർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സോർ. സമുദ്രതീരത്ത് പാർത്തിരുന്ന ഒരു രാജ്യം. ധാരാളം സ്വർണം, ധാരാളം വെള്ളി. സമുദ്രത്തിന്റെ അധിപതികളായിരുന്നു അവർ. ഇസ്രായേലൊക്കെ അവരെ ഭയപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ പരാജയങ്ങളിൽ അവർ അനേക സന്ദർഭങ്ങളിൽ ചിരിച്ചിട്ടുണ്ട്, അനേക സന്ദർഭങ്ങളിൽ അവർ സന്തോഷിച്ചിട്ടുണ്ട്. ഈ അലക്സാണ്ടറുമായിട്ട് ഈ രാജ്യത്തിന് ചില പ്രവചനമുള്ളത് കൊണ്ട് ആ പ്രവചനം കൂടെ ഞാനൊന്ന് വായിക്കാം. എസെക്കിയേൽ ഈ സോരിനെതിരായി നടത്തിയ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി ഈ അലക്സാണ്ടർ
നിവർത്തിച്ചെടുത്ത ചരിത്രം നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ ആ പ്രവചനം ഞാനൊന്ന് വായിക്കാം. എസെക്കിയേൽ 26:4. അവർ സോരിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. പ്രവചനമാണ്, ഒരു രാജ്യത്തിന്റെ തകർച്ചയെ കുറിച്ചുള്ള പ്രവചനം. 26:7. നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വളരെ പടജനത്തോടുകൂടെ സോരിന് നേരെ വരുത്തും. ഈ പ്രവചനം എസെക്കിയേൽ വിളിച്ചു പറയുമ്പോൾ ബാബിലോൺ സാമ്രാജ്യം ഇവിടെയുണ്ട്. നെബൂഖദ്നേസർ അതിന്റെ ചക്രവർത്തിയാണ്. അഹങ്കാരത്തിൽ, പണത്തിന്റെ അഹങ്കാരത്തിൽ, സൈന്യത്തിന്റെ അഹങ്കാരത്തിൽ സമുദ്രതീരത്ത് വസിക്കുന്നത് കൊണ്ട്, കപ്പലുകൾ വളരെ കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട്, പല രാജ്യങ്ങളെ നശിപ്പിച്ചത് കൊണ്ട് അഹങ്കരിച്ച് നിഗളിച്ചു നിൽക്കുന്ന ഈ സോരിനോട് ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസറിനെ നിന്റെ രാജ്യത്തിന് നേരെ വരുത്തും. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി. BC 585 നെബൂഖദ്നേസർ 1000 പടയാളികളുമായിട്ട് സോരിനെതിരായി യുദ്ധം ചെയ്തു. 13 വർഷം. ബാബിലോൺ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിനേക്കാൾ വലിയ ഒരു രാജ്യം ബാബിലോൺ ആയിരുന്നു. അന്നത്തെ ഇറാഖിന്റെ ക്യാപിറ്റൽ സിറ്റി. സദാമിന്റെ വല്യപ്പച്ചനായിരുന്നു നെബൂഖദ്നേസർ. ആ നെബൂഖദ്നേസറിനെ സോരിനെതിരായി വരുത്തുമെന്നുള്ള ബൈബിൾ പ്രവചനത്തിന് നിവൃത്തിക്കായി BC 585 നെബൂഖദ്നേസർ ഈ രാജ്യത്തിനെതിരായി വന്നു. 13 വർഷം യുദ്ധം ചെയ്തു. പക്ഷെങ്കിൽ സോരിനെ പരാജയപ്പെടുത്തുവാൻ അവർ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവർ ഒരു കൂട്ടം പടയാളികളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചപ്പോൾ തന്നെ സമുദ്രത്തിനകത്തുള്ള ഒരു ദ്വീപിലേക്ക് അവരുടെ പാക്കപ്പലുകളിലും വള്ളങ്ങളിലും അവരുടെ ജനനദിയെ അവിടേക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു. അവരുടെ സമ്പത്തുകളെല്ലാം അവിടെ കൊണ്ടുപോയി. അവസാനം 13 വർഷത്തെ യുദ്ധത്തിന് ശേഷം സോർ എന്ന രാജ്യം നെബൂഖദ്നേസർ പിടിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യനെയും കണ്ടില്ല, ഒരു കോഴിയെയും കണ്ടില്ല, ഒരു ആടിനെയും കണ്ടില്ല. കെട്ടിടങ്ങൾ മാത്രം അവിടെ നിന്നിരുന്നു. അവരെല്ലാം ഒരു ദ്വീപ് സമൂഹത്തിൽ പോയി രക്ഷപ്പെട്ടു. അന്ന് നെബൂഖദ്നേസറിന് കപ്പൽപ്പടകൾ വളരെ കുറവായിരുന്നത് കൊണ്ട് സോരിന്റെ മുൻപിൽ ജയിച്ചില്ല. എന്നാൽ എസെക്കിയേൽ 26:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയും. നീണ്ട 200 വർഷങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ ജനിക്കുന്നു. ഗ്രാനിക്കസ് യുദ്ധം കഴിഞ്ഞ് അലക്സാണ്ടർ നേരെ സോരിന് നേരെ തിരിയുന്നത് BC 332 അതിന് അലക്സാണ്ടർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ? ലബനോനിൽ നിന്ന് മരം കൊണ്ടുവന്ന് കരയിൽ നിന്ന് പുതിയ സോർ രാജ്യത്തിലേക്ക് സമുദ്രത്തിലൂടെ ഒരു ചിറയുണ്ടാക്കി. ചിറയുണ്ടാക്കിയപ്പോൾ അവിടെ ഇടുവാൻ മണ്ണും കല്ലും ആവശ്യമായിരുന്നത് കൊണ്ട് പഴയ സോർ സാമ്രാജ്യത്തിന്റെ കെട്ടിടങ്ങൾ മണ്ണും കല്ലുമെല്ലാം മാന്തി ചിറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. നിന്റെ കല്ലും മരവും മണ്ണുമെല്ലാം അവർ വെള്ളത്തിൽ ഇട്ടുകളയും എന്നുള്ള പ്രവചനം അക്ഷരീകമായി നിറവേറി. പണം കൊണ്ടും സൈനിക ബലം കൊണ്ടും സമുദ്രത്തിലെ പടസൈന്യം കൊണ്ടും കപ്പലുകൾ കൊണ്ടും അഹങ്കരിച്ച ഒരു രാജ്യത്തിന്റെ സമ്പൂർണമായ നാശം ബൈബിൾ പ്രവചനം നിറവേറുമ്പോൾ അതിൽ അലക്സാണ്ടറും അതിനൊരു ഭാഗവാക്കായി തീരുന്നുവല്ലോ എന്നോർക്കുമ്പോൾ ഈ തിരുവചനത്തിന്റെ മനോഹരതയെയും അതിന്റെ ആധികാരികതയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ മഹാനായ അലക്സാണ്ടർ ചരിത്രങ്ങൾ വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം സോറിനെ കീഴടക്കി BC 2700 സ്ഥാപിതമായ രാജ്യത്തെ BC 332 പരാജയപ്പെടുത്തി
അലക്സാണ്ടർ 80,000-ലധികം സ്വനിവാസികളെ വധിച്ചു. 30,000 പേരെ അടിമകളാക്കി അദ്ദേഹം അവിടെ നിന്ന് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിൽ യാദുവ എന്ന പുരോഹിതൻ ഭരിക്കുന്ന കാലം യോസിഫസ് എന്ന ചരിത്രകാരൻ ആ രംഗത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുരോഹിതൻ അലക്സാണ്ടറിനെ യെരുശലേമിലേക്ക് സ്വീകരിച്ചു. എങ്ങനെയാണ് സ്വീകരിച്ചെന്നറിയാമോ? ഞാൻ ഈ വായിച്ച വേദഭാഗം വായിച്ചുകൊണ്ടാണ്. ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് അലക്സാണ്ടർ യെരുശലേമിലേക്ക് ഇടതുപക്ഷങ്ങൾ അവിടെ തനിക്കൊരു സ്വാഗതമാണ് ഉണ്ടായത്. അലക്സാണ്ടറിനോട് അന്നത്തെ പുരോഹിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വന്നാലും പ്രഭോ, അങ്ങ് വരുമെന്ന് ഞങ്ങളുടെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ഞങ്ങളുടെ ബൈബിളിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ തിരുവചനം എത്ര അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക, വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഇസ്രായേലിൽ വലിയ യുദ്ധമുണ്ടായില്ല. അവിടെ നിന്ന് അലക്സാണ്ടർ നേരെ ഈജിപ്തിലേക്കാണ് പോയത്. ഈജിപ്തിൽ അദ്ദേഹം അലക്സാന്ദ്രിയ എന്നൊരു പട്ടണം തന്നെ ഉണ്ടാക്കിയുണ്ടായി. അലക്സാന്ദ്രിയ, ആ പട്ടണത്തിൽ എനിക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടെ നിന്ന് അലക്സാണ്ടർ നേരെ കടന്നു പോകുന്നത് അർബാലിൻ എന്ന സ്ഥലത്താണ്. അവിടെ വെച്ചാണ് പേർഷ്യൻ സാമ്രാജ്യത്തെ പൂർണ്ണമായിട്ട് താൻ കീഴടക്കുന്നത്. ദാരിയാവേശിനെ താൻ കൊല്ലാതെ തന്നെ താൻ വധിക്കപ്പെട്ടു പോയി. പേർഷ്യ കീഴടക്കിയ അലക്സാണ്ടർ BC 327 അഫ്ഗാനിസ്ഥാനിൽ വന്നു. കാബൂൾ പിടിച്ചു. വ്യാഖ്യാനമാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്. മഹാനായ അലക്സാണ്ടറിന്റെ രംഗപ്രവേശം, അദ്ദേഹത്തിന്റെ ഗ്രാനിക്കസ് യുദ്ധം, അദ്ദേഹത്തിന്റെ സോർ ആക്രമണം, അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രാജ്യത്തിന്റെ 4ആയുള്ള വിഭജനം, ആ വിഭജനത്തിൽ ഭരണകർത്താക്കൾ എന്നിത്യാദിയുള്ള പ്രവചനങ്ങൾ അലക്സാണ്ടർ ജനിക്കുന്നതിന് മുൻപേ ഈ തിരുവചനത്തിൽ എഴുതിയിരുന്നത് നിറവേറിയെങ്കിൽ ഇനി ലോകത്തെ ആര് ഭരിക്കുമെന്നും ലോകത്തിന്റെ ഭരണഗതി എന്തായിരിക്കുമെന്നും ഉള്ള ബൈബിൾ പ്രവചനവും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാനൊരു ഭരണകർത്താവിനെ കുറിച്ചുകൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭരണകർത്താവ് മഹാനായ സൈറസ്. ഒരു വിഷയത്തിന്റെ ഓർഡർ അല്ല ഇത്. നമ്മുടെ നാളെ കഴിഞ്ഞുമുള്ള പ്രസംഗത്തിന്റെ ഒരു മുഖവര പ്രസംഗം മാത്രമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. മഹാനായ സൈറസിനെ കുറിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെയധികം പഠിക്കാനുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു ചില പ്രവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈ പ്രവചനത്തിനും ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള പഴക്കമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 28-ാം വാക്യം. കോരസ്, സൈറസിനാണ് ബൈബിൾ കോരസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോരസ് അല്ലെങ്കിൽ സൈറസ് എന്റെ ഇടയിൽ അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കും. 45:1 മുതൽ യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാക്കോബിൻ നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. മഹാനായ സൈറസ് ജനിക്കുന്നതിന് മുൻപ് യെശയ്യാവ് നടത്തിയ ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത്. ഈ യെശയ്യാ പ്രവാചകന്റെ കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ഇസ്രായേൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വില കൊടുത്ത് മൂല്യമായിട്ടാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. സൈറസ് ജനിക്കുന്നതിന് മുൻപ് അഥവാ കോരസ് ജനിക്കുന്നതിന് മുൻപ് യെശയ്യാ പ്രവചിക്കുകയാണ്: കോരസ് എന്റെ ഇടയിൽ
അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവന് മുൻപായി കടന്നു പോകും, അവന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രക്കഥകളെ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ ഞാൻ അവന് കൊടുക്കും. അവന്റെ കാലത്ത് യെരൂശലേം പണിയപ്പെടും, ദേവാലയം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും. ഇത് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? BC 606 ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ യഹൂദ രാഷ്ട്രത്തെ പിടിച്ചെടുത്തു. ദാവീദിന്റെ മകനായ ശലോമോന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്ത് 12 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ രാഷ്ട്രം യെരൂശലേമിനെ തലസ്ഥാനമാക്കി ഭരണം നടത്തി. അശൂർ ഭരണകാലത്ത് ആ രാജ്യം അസ്തമിച്ചു. യഹൂദ ബെന്യാമിൻ ഉള്ള ഈ 2 ഗോത്രങ്ങൾ യെരൂശലേമിനെ തലസ്ഥാനമാക്കി ഭരണം തുടങ്ങി. BC 606 ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വരികയും അവരുടെ ദേവാലയം കത്തിക്കുകയും അവരുടെ രാജ്യം പിടിച്ചെടുക്കുകയും പ്രജകളെ അടിമകളാക്കുകയും ചെയ്തു. അന്നത്തെ ഇറാഖികളുടെ പാത്രം കഴുകുവാനും തുണി കഴുകുവാനും അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുവാനും ആടുകളെ മേയ്ക്കുവാനും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളിലെ തീരങ്ങളിലുള്ള പാടശേഖരങ്ങളിൽ പണിയുവാനും ഇവരെ നിയോഗിച്ചു. ദാനിയേൽ തുടങ്ങിയ അപൂർവം ചില ചെറുപ്പക്കാർക്ക് ഇറാഖിലെ ബാബിലോണിലെ സൈനിക കോളേജിൽ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. പക്ഷേ അവർ അടിമകളായിരുന്നു. അവർക്ക് രാജ്യമുണ്ടായിരുന്നില്ല, അവർക്ക് ദേവാലയം ഉണ്ടായിരുന്നില്ല, സംഘടിക്കുവാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അന്നത്തെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിനേക്കാൾ വലുതാണ്. ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ കുവൈറ്റ്, ഇന്നത്തെ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങൾ, ഇന്നത്തെ ലെബനോൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ സൈപ്രസ്, ഇന്നത്തെ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, ഈജിപ്ത് തുടങ്ങിയതെല്ലാം അന്നത്തെ ഇറാഖിന്റെ ഭാഗങ്ങളായിരുന്നു, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്നു. ആ വലിയ സാമ്രാജ്യം ഈ 2 ഗോത്രങ്ങൾ അടങ്ങുന്ന ഈ കൊച്ചു രാജ്യത്തെ പിടിച്ചടക്കി, അവരുടെ ദേവാലയവും കത്തിച്ച് അവരുടെ രാജ്യവും പിടിച്ചടക്കി അവരുടെ പ്രജകളെ അടിമകളാക്കി കഴിയുന്ന കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെയാണ് പ്രവാസികൾ എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നത്. യെശയ്യാവും യിരെമ്യാവും എസെക്കിയേലും ദാനിയേലും ഒക്കെ പ്രവാസ പ്രവാചകന്മാരാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെന്ന് രാജ്യമില്ല, തങ്ങൾക്കെന്ന് ദേവാലയമില്ല, തങ്ങൾക്കെന്ന് പുരോഹിതന്മാരില്ല, തങ്ങളെന്ന് അടിമകളാണ്. അങ്ങനെ അടിമകളായിരുന്ന പ്രവാചകന്മാരായിരുന്നു യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ. ഈ 4 പ്രവചന ഗ്രന്ഥങ്ങളെയും വലിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് വേദശാസ്ത്രികൾ പെടുത്തിയിരിക്കുന്നത്. ഈ 4 വലിയ പ്രവാചകന്മാരും അവരുടെ കഷ്ടതയുടെ കാലത്താണ് അവർ പ്രവചിച്ചതും എഴുതിയതും. കഷ്ടതയുടെ കാലങ്ങൾ നമ്മളെ ഇല്ലാതാക്കുകയില്ല, നമ്മളെ അത് വലിയവരാക്കി തീർക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആ കാലഘട്ടത്തിൽ എസെക്കിയേൽ കണ്ടതുപോലെ അസ്ഥിമഞ്ജരങ്ങൾ ചിതറി ഉണങ്ങിക്കിടക്കുന്നത് പോലെ ഇസ്രായേലിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട്, രാഷ്ട്രീയപരമായ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, മതപരമായ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, തങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ പാർക്കുവാൻ കഴിയാതെ, തങ്ങളുടെ സ്വന്തം കൃഷിസ്ഥലങ്ങളിൽ കൃഷി ചെയ്യുവാൻ കഴിയാതെ, അന്യരാജ്യത്തിന് അടിമകളായിട്ട് ഇന്ന് ഇറാഖികൾ അമേരിക്കയ്ക്ക് അടിമകളായിരിക്കുന്നത് പോലെ അന്ന് ഇസ്രായേൽ ഇറാഖികൾക്ക് അടിമകളായിരുന്ന ആ കാലഘട്ടത്തിൽ യെശയ്യാവ് അവർക്ക് പ്രതീക്ഷയുടെ ദൂത് പറയുകയാണ്. എന്താണ് ദൂത്? കോരസ് എന്ന് പറയുന്ന ഒരുവൻ എഴുന്നേൽക്കും. അവന്റെ കാലത്ത് ഇറാഖികൾ കത്തിച്ച് യെരൂശലേം ദേവാലയം പണിയും, മന്ദിരത്തിന് അടിസ്ഥാനമിടും. ആ കോരസിന് വേണ്ടി ദൈവം ദുർഘടങ്ങളെ നിരപ്പാക്കും, താമരക്കഥകളെ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കൊടുക്കും, ആഴികളെ വറ്റിക്കും. ഇതാണ് യെശയ്യാവ് പറഞ്ഞത്. യെശയ്യാവ് പറഞ്ഞ പ്രവചനം കൃത്യമായിട്ട് അവർക്ക്
മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. അന്ന് ഇവരെ അടിമകളാക്കിയിരിക്കുന്ന ഇറാഖികളുടെ തലസ്ഥാനം ബാബിലോണാണ്. ബാബിലോൺ പട്ടണം 60 മൈൽ ചുറ്റളവിൽ 2 കോട്ടകളാൽ കെട്ടപ്പെട്ടിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ 87 അടി ഘനത്തിൽ 100 അടി ഉയരത്തിൽ 60 മൈൽ ചുറ്റളവിൽ അന്നത്തെ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാബിലോണിന് ചുറ്റും ഒരു കോട്ടയുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ കാവൽ ഗോപുരങ്ങൾ, കാവൽക്കാർ, അതിന് താമ്ര കതകുകൾ, ഇരുമ്പോടാമ്പലുകൾ. യൂഫ്രട്ടീസ് നദി ആ പട്ടണത്തിനകത്തൂടെ 15 മൈൽ ഒഴുകുന്നു. ഒരു കൃത്രിമ നദി ഉണ്ടാക്കി യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ഈ വലിയ പർവ്വത സമാനമായി നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് ചുറ്റും ഒഴുക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ 87 അടി ഘനമുള്ള മതിലിനെ ഒന്ന് തൊടണമെങ്കിൽ ആദ്യമായിട്ട് പമ്പാ നദിയുടെ വീതിയിൽ ഉണ്ടാക്കിയ ഈ കൃത്രിമ തടാകം നീന്തിക്കിടക്കണം. നീന്തിക്കിടന്നാലും 87 അടി ഘനത്തിൽ 100 അടി ഉയരത്തിൽ തനി ചുടിവീഴ്ച 60 മൈൽ ചുറ്റളവിൽ പണിതിരിക്കുന്ന കോട്ട. ആ കോട്ടയുടെ വാതിലുകളാകട്ടെ താമ്രവാതിലുകൾ, അതിന്റെ ഓടാമ്പലുകളാകട്ടെ ഇരുമ്പോടാമ്പലുകൾ, അതിന്റെ മുകളിൽ കാവൽ ഗോപുരങ്ങൾ. ആ കാവൽ ഗോപുരങ്ങളിൽ പടയാളികൾ അമ്പും വില്ലുമായി നിൽക്കുന്നു. ഇന്നേക്ക് 2500 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് സൈക്കിള് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, മിസൈലുകളില്ല, തോക്കുകളില്ല, കാലാൾപ്പടകളും കുതിരപ്പടകളും അമ്പും വില്ലുകളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വലിയൊരു കോട്ടയുള്ള ഒരു രാജ്യത്തെ ഏത് രാജ്യത്തിന് കീഴടക്കുവാൻ കഴിയും? യൂഫ്രട്ടീസ് നദി അകത്തൂടെ ഒഴുകുന്നു, ചുറ്റുമൊഴുകുന്നു. ഇവിടെ ദൈവം പറയുകയാണ് കോരശിനോട്, ഞാൻ നിനക്ക് മുൻപായി പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും. എന്ന് പറഞ്ഞാൽ ഈ യൂഫ്രട്ടീസ് നദിയെ വറ്റിക്കും, താമ്രക്കഥകളെ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, ഇറാഖികൾ മോഷ്ടിച്ചു കൊണ്ടുപോയ നിക്ഷേപങ്ങൾ തിരിച്ചു തരും, അവർ കത്തിച്ചു കളഞ്ഞ ദേവാലയം പണിയും. അതിനുവേണ്ടി കോരസ് എന്ന ഒരുവനെ എഴുന്നേൽപ്പിക്കുമെന്നാണ് ഇവിടെ ബൈബിൾ പ്രവചനം. പക്ഷെങ്കിൽ അന്നത്തെ ഇസ്രായേലികൾക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നുവോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ പ്രവാചകൻ പ്രവചിച്ചു. അഭിഷേകമുള്ളവർ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല പ്രവചിക്കുന്നത്. അഭിഷേകമുള്ളവർ സാഹചര്യങ്ങളെ കണക്ക് കൂട്ടിയല്ല അവർ നീങ്ങുന്നത്. തങ്ങളെ കൊണ്ട് എന്ത് കഴിയുമെന്ന് അവർ ചിന്തിക്കാറില്ല. മനുഷ്യൻ എന്ത് ചെയ്യുമെന്നോർത്ത് അവർ ഭയപ്പെടാറില്ല. തങ്ങളുടെ ദൈവം ആരാണെന്നും ആ ദൈവത്തിന് എന്ത് കഴിവുണ്ടെന്നും ആ ദൈവം എന്ത് ചെയ്യുമെന്നും അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർ പ്രവചിക്കുന്നു. ഈ വലിയ സാമ്രാജ്യത്തെ തകർക്കുവാൻ കോരസ് എന്നൊരുവൻ എഴുന്നേൽക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. ബാബിലോൺ സാമ്രാജ്യം നിലവിൽ നിൽക്കുന്ന കാലത്താണ് അദ്ദേഹം പ്രവചിച്ചതെന്ന് ഓർക്കണം. മടി കൂടാതെ അദ്ദേഹം പ്രവചിച്ചു. ദൈവം നൽകിയ ആലോചന പ്രവചിച്ചു. നെബൂഖദ്നേസർ എന്ത് ചെയ്യും? ബാബിലോൺ സാമ്രാജ്യം എന്ത് ചെയ്യും? ജയിലിലിടുമോ കൊല്ലുമോ? ഇതൊന്നും അവരെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമായിരുന്നില്ല. ദൈവമക്കളെ, ഏതായാലും ഒരിക്കൽ നമ്മൾ മരിക്കണമല്ലോ. എങ്ങനെ മരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. വേദനയില്ലാതെ മരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ മരണം എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഒരു രോഗം വന്നാലാണോ, അല്ല ഒരു ആക്സിഡന്റിലാണോ, സ്വാഭാവികമാണോ, എങ്ങനെയാണോ നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ യേശുവിന് വേണ്ടി ഒന്ന് മരിക്കേണ്ടി വന്നാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. സ്തോത്രം. മരണത്തെ ഭയപ്പെടാത്തവൻ ഇവിടെ ദൈവത്തെ അല്ലാതെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ തനിക്കെതിരായ ഒരു കേസോ തനിക്കെതിരായ ഒരു വെല്ലുവിളിയോ തന്നെ അത് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരം. അതുകൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തെ ഭയപ്പെടാതെ
അയാൾ പ്രവചിച്ചു, ധീരമായി പ്രവചിച്ചു. ആ പ്രവചനം നിറവേറിയ ഭാഗം ഞാൻ ഇനി വേഗം പറയാം, സമയം വൈകിയതുകൊണ്ട്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. യെശയ്യാ മരിച്ചു. പേർഷ്യയിൽ ഒരു പൈതൽ ജനിച്ചു. അവന്റെ മാതാപിതാക്കൾ അറിയാതെ അവന് സൈറസ് എന്ന് പേരിട്ടു, കോരസ് എന്ന് പേരിട്ടു. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചു. അവൻ അറിയാതിരിക്കെ, അവന്റെ മാതാപിതാക്കൾ അറിയാതിരിക്കെ, ആരും അറിയാതിരിക്കെ ഒരു ദൈവനിയോഗം പോലെ കോരസ് എന്ന പേര് അവന് നൽകപ്പെട്ടു. അവൻ വളരും തോറും അവനുള്ള അഭിഷേകം, കോരസിന്റെ അഭിഷിക്തൻ, അഭിഷേകം എന്ന വാക്കൊക്കെ ഒരു പെന്തക്കോസ്റ്റൽ നിലയിലാണ് ചിന്തിക്കുന്നെങ്കിൽ ഇത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ക്രിസ്തു അഭിഷക്തനാണ്, അതും ഒരു പെന്തക്കോസ്റ്റൽ ഡോക്ടറിലാണ് ചിന്തിക്കുന്നെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പെന്തക്കോസ്റ്റ് നാളിൽ വന്നപ്പോൾ ഉണ്ടായ അഭിഷേകവുമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ എൻറ്റയർലി ഡിഫറൻസ് ആണ് ഈ കോരസിന്റെ അഭിഷേകം. അത് തികച്ചും ഒരു രാഷ്ട്രീയ അഭിഷേകമാണ്. ആ അഭിഷേകത്തിലൂടെയുള്ള ദൈവിക ഇടപെടലുകളാണ്. അതൊരു പക്ഷേ അന്യഭാഷ പറയുന്നതോ പ്രവചിക്കുന്നതോ അല്ല. അതൊരു പക്ഷേ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന അഭിഷേകമല്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ അഭിഷേകമാണ്. തിരുവചനത്തിലെ അഭിഷേകങ്ങളുടെ ആഴങ്ങൾ നാം അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കോരസിന്റെ ഇടയൻ, അവനെന്റെ അഭിഷക്തൻ, അവനൊരു അഭിഷേകമുണ്ടായിരുന്നു. അവനിങ്ങനെ ആത്മാവിൽ നിറയുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് കോരസിന് തന്നെ എത്രമാത്രം ബോധ്യമുണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ അതിനുവേണ്ടി അവൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. 87 അടി ഘനമുള്ള 100 അടി ഉയരമുള്ള കോട്ട അവന് പുച്ഛമായി തോന്നി. മാനുഷികമായി ചിന്തിച്ചാൽ അതിനെതിരായി പറയുന്നത് ഒരു ഭ്രാന്താണ്. അതിന് മുകളിൽ നിൽക്കുന്ന കാവൽ ഭടന്മാർ അവനെ ഭയപ്പെടുത്തുന്നില്ല. കാരണം അവനൊരു അഭിഷേകമുണ്ട്, അവന് ദൈവം കൊടുത്ത ഒരു ആലോചനയുണ്ട്. അവന്റെ മുൻപിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി അവനെ ഭയപ്പെടുത്തുന്നില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന താമര കഥകൾ അവനെ ഭയപ്പെടുത്തുന്നില്ല. ഇരുമ്പോടാമ്പലുകളും അവനെ ഭയപ്പെടുത്തുന്നില്ല. കാരണം അവനുള്ള അഭിഷേകം ഒരു നാളിൽ കർത്താവിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വാതിലുകൾ തുറക്കപ്പെടും, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടും, ഈ ദുർഘടങ്ങൾ നിരപ്പാക്കപ്പെടും, ഈ മതിലുകൾ തകർക്കപ്പെടും. ഇറാന്റെ കൊടി ഒരു നാളിൽ ഈ ബാബിലോണിൽ നാട്ടപ്പെടും. യെരൂശലേം ദേവാലയം പണിയപ്പെടും. ഇറാഖികൾ ഇസ്രായേലിനെ പീഡിപ്പിച്ചതിനെല്ലാം ഒരു മാറ്റം വരും. ഇങ്ങനെയുള്ള 100 ചിന്തകൾ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുകയായിരിക്കും. പ്രവചനങ്ങളുടെ നിവൃത്തികൾ വേഗം സംഭവിക്കുകയുണ്ടായി. ആ ഭാഗത്തേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. BC 539 ഒരു ഓഗസ്റ്റ് മാസം രാത്രി ബാബിലോണിൽ നെബൂഖദ്നേസർ മരിച്ചുപോയി. പിന്നെ പല ഭരണകർത്താക്കളും അവിടെ ഉണ്ടായി. നെബൂഖദ്നേസറിന്റെ ഭരണമായി. അദ്ദേഹം ഈജിപ്തിലായിരുന്ന സന്ദർഭത്തിൽ തന്റെ മകനായ ബെൽശസ്സറിനെ ബാബിലോണിന്റെ ചുമതല ഏൽപ്പിച്ചു. അവനൊരു വലിയ വിരുന്ന് നടത്തി. ആ വിരുന്നിൽ അവൻ മദ്യപിച്ച് ചാഞ്ചാടി. യഹോവയായ ദൈവത്തിന്റെ ഒരു കൈവിരൽ മെനെ തെക്കേൽ ഫാർസി. ദാനിയേൽ വ്യാഖ്യാനിക്കുന്നു, അദ്ദേഹത്തിന്റെ ഏപ്പുകൾ ആടുന്നു. ദൈവാലയത്തിലെ പാത്രത്തിൽ മദ്യം കുടിക്കുവാൻ അയാൾ മടിക്കുന്നില്ല. അത് വളരെ നിസ്സാരമായി തോന്നി. പക്ഷേ അവന്റെ അന്ത്യം കുറിക്കുവാൻ അത് കാരണമായി തീർന്നു. അന്ന് രാത്രിയിൽ സൈറസ് തന്റെ സൈന്യത്തെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ആയിരക്കണക്കിന് പടയാളികൾ ബാബിലോൺ പട്ടണത്തിനും കുറച്ചകലെയായിട്ട് യൂഫ്രട്ടീസ് നദി ഒഴുകി വരുന്ന മേഖലകളിൽ 100 കൈച്ചാനലുകൾ ഉണ്ടാക്കി. യൂഫ്രട്ടീസ് നദിയിൽ വെള്ളം ഒഴുക്കിക്കളഞ്ഞു. ആ നദി പറ്റി 15 മൈലുകൾ പട്ടണത്തിൽ വെള്ളമില്ലാതെയായി. ഈ 60 മൈൽ ചുറ്റളവിൽ യൂഫ്രട്ടീസ് നദിയിൽ വെള്ളം ഒഴുകാതെയായി. യെശയ്യാ പറഞ്ഞതുപോലെ തന്നെ ആഴി അവിടെ വറ്റുകയാണ്, ദുർഘടങ്ങൾ അവിടെ നിരപ്പാക്കുകയാണ്. അന്ന് രാത്രിയിൽ ബാബിലോണിലെ താമ്രക്കലകൾ അടയ്ക്കുവാൻ പടയാളികൾ മറന്നുപോയി. മദ്യലഹരികളിൽ അവർ മറന്നുപോയി. ആ രാത്രിയിൽ
കോരസിന്റെ മറ്റൊരു ബറ്റാലിയൻ യൂഫ്രട്ടീസ് നദിയുടെ അകത്തൂടെ തന്നെ നടന്ന് ബാബിലോൺ പട്ടണത്തിൽ പ്രവേശിച്ചു. മറ്റൊരു സൈന്യം ഇറാന്റെ കൊടി ബാബിലോണിൽ ഉയർത്തി മേദ്യ പേർഷ്യ സാമ്രാജ്യം ആരംഭിച്ചു. കോരസിന്റെ കയ്യിൽ അധികാരം കിട്ടിയതോടുകൂടെ യെരൂശലേം പണിയുവാൻ അയാൾ കൽപ്പന കൊടുത്തു. ഇറാഖികൾ തട്ടിക്കൊണ്ടുപോയി ഇരുട്ടിൽ മറച്ചു വെച്ചിരുന്ന നിക്ഷേപങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. ഈ ബൈബിളിലെ അത്ഭുതകരമായ പ്രവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ നിവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു പേർഷ്യൻ സാമ്രാജ്യാധിപനായിരുന്ന സൈറസിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം അക്ഷരീകമായി നിറവേറിയെങ്കിൽ നാളെ ഇവിടെ ആര് ഭരിക്കും, വരുവാൻ പോകുന്ന ഭരണകൂടം എങ്ങനെയായിരിക്കുമെന്നുള്ള ബൈബിൾ പ്രവചനങ്ങളും നിറവേറുമെന്ന് നാം വിശ്വസിക്കുന്നു. നാളത്തെ സംഭവങ്ങൾ വിശ്വാസത്തോടുകൂടി നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ കാണാതെ അംഗീകരിക്കുന്നു. പക്ഷെ യുക്തിപൂർവമായി നാം അത് അംഗീകരിക്കേണ്ടതിന് കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിൾ പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ഒരു മുഖവര പ്രസംഗമായി നാം കേട്ടത്.